സ്മൃതി, ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറങ്ങുന്നു. പിന്നീട് അവിടെ നിന്ന് പ്രത്യേക ഹെലികോപ്റ്ററിൽ നേവൽ ബേസിലേക്ക് വരുന്നു. അവിടെ നിന്നും മറൈൻ ഡ്രൈവിലേക്കുള്ള പരിപാടിയാണ് ആദ്യം നിശ്ചയിച്ചിരിക്കുന്നത്. മറൈൻ ഡ്രൈവിൽ ധീവര സഭയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളാണ് ആദ്യ പരിപാടിയായി നിശ്ചയിച്ചിരിക്കുന്നത്. അതിനുശേഷം അവിടെ നിന്നും റോഡ് മാർഗം കലൂരിലേക്ക്, ഞാനിപ്പോൾ നിൽക്കുന്നത് കലൂർ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന് മുന്നിലാണ്. ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വലിയ കട്ടൗട്ടുകളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ആ കട്ടൗട്ടുകൾ വലിയ ആഘോഷ പരിപാടിയായിട്ടുണ്ട്. ആയിരക്കണക്കിന് പ്രവർത്തകർ ഇതിനോടകം തന്നെ തടിച്ചു കൂടിയിട്ടുണ്ട് എന്നാണ് നമ്മൾ ഇവിടെ നിന്ന് കാണുന്നത്. ഏതായാലും ഇപ്പോൾ 10,800 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലുമാണ് പ്രധാനമന്ത്രി നിർവഹിക്കാനിരിക്കുന്നത്. ഇത് വികസന പദ്ധതികളുടെ ഉദ്ഘാടനം എന്നതിന് അപ്പുറം രാഷ്ട്രീയ പരിപാടി കൂടിയാവുകയാണ്. കേന്ദ്രം ഇതാ വാരിക്കോരി തരുന്നു എന്ന രൂപത്തിൽ അത് അവതരിപ്പിക്കപ്പെടുന്നു. സംസ്ഥാനം അവഗണിക്കപ്പെടുന്നു എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഇന്നത്തെ പരിപാടികൾ അല്പസമയത്തിനകം തുടങ്ങുമ്പോൾ അവിടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ്? അതിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. BJPയുടെ ഒക്കെ പ്രവർത്തകരുണ്ട്. അവിടെ മറൈൻ ഡ്രൈവിലെ പരിപാടി, ധീവരസഭയുടെ പരിപാടി കഴിഞ്ഞാൽ കലൂരിലേക്ക് എത്തുന്നു. ഇവിടെ 2 വേദികളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. മോദിജിയെ കാണാൻ വന്നതാണോ? തീർച്ചയായിട്ടും. എവിടെ നിന്നാ വരുന്നേ? ഞാൻ തൃശ്ശൂരിൽ നിന്ന് അത്ര ആവേശത്തിൽ വരികയാണോ? നല്ല അഭിപ്രായം. മോദിയെ അത്ര ഇഷ്ടപ്പെടുന്ന അമ്മച്ചേ, മോദിനെ കാണാൻ വേണ്ടി മോദിനെ കാണാനേ ഞങ്ങളുടെ നേതാവല്ലേ. എന്താ അത്ര ഇഷ്ടത്തിന് കാരണം? അതിനിഷ്ടണ്ട്. ഞങ്ങൾക്ക് എല്ലാം മോദിന് ആണോ? കേരളത്തിൽ BJP അധികാരത്തിൽ വരും. ഏറ്റവും നല്ല ഭരണം ഏറ്റവും നല്ല ഭരണം മോദിയെ ആണോ? ലോക നേതാവിനെ കാണാനെത്തിയതാണ്. BJP പ്രവർത്തകരുടെ നീണ്ട നിര ഏതായാലും അവിടേക്ക് എത്തിയിരിക്കുന്നു. മോദിജിക്ക് ജയ് വിളിക്കുന്ന പ്രതികരണങ്ങളാണ് കാണുന്നത്. അതിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന വിവിധ പരിപാടികൾ 10,800 കോടി രൂപയുടെ വികസന പദ്ധതികളാണ്. ആ പദ്ധതികൾ ഏതൊക്കെയൊന്ന് വിശദമായി പറയുന്നത് നന്നായിരിക്കും. ഉച്ചയ്ക്ക് 1:15 കലൂർ സ്റ്റേഡിയത്തിലെ ചടങ്ങ്. 5,500 കോടി രൂപ ചെലവിട്ട് BPCL കൊച്ചി റിഫൈനറിയിൽ സ്ഥാപിക്കുന്ന പോളിപ്രൊപ്പിലിൻ പ്ലാന്റിന് പ്രധാനമന്ത്രി ഇന്ന് തറക്കല്ലിടുന്നുണ്ട്. ദേശീയപാത 66 തലപ്പാടി ചെങ്ങള ഭാഗത്തെ 6 വരിപ്പാതയും കോഴിക്കോട് ബൈപ്പാസിന്റെ വെങ്ങളം രാമനാട്ടുകര 6 വരിപ്പാതയും ഉദ്ഘാടനം ചെയ്യും. 2,650 കോടി രൂപയിലധികം ചെലവിൽ നിർമ്മിച്ച തലപ്പാടി ചെങ്ങള റീച്ചിലെ 6 വരിപ്പാത മുംബൈ കന്യാകുമാരി സാമ്പത്തിക ഇടനാഴിയുടെ ഭാഗമാണ്. അതാണിപ്പോൾ ഇവിടെ സമാന്തരമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്.